അമ്മ രാവിലെ ചായയും ബിസ്ക്കറ്റും കഴിക്കുകയാണ്. അപ്പ രാവിലെ ചായ കുടിക്കാൻ ഗ്ലാസ് എടുത്ത് ചായ ഒഴിക്കുന്നത് കണ്ടോ? നമ്മളെ കുണ്ടറ വീടാണ്. കുണ്ടറ വീട്ടിൽ നിന്ന് ചായ ഒഴിച്ചു. അപ്പച്ചോന്ന് എന്നെ കിടന്നപ്പോ എന്നെ കുഞ്ഞ് കാണുമ്പോ ഭയങ്കര സ്നേഹമാണ്. താറാവുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ രാവിലെ കുടംപുളി ആണല്ലോ. കുടംപുളിയെല്ലാം അപ്പം രാവിലെ പറക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. നല്ല ഒറിജിനൽ കുടംപുളി ഉണ്ടോ? ഇതാണ് കുടംപുളി. പുളി എന്ന് പറയും. പുളി ഇവിടെ മീനിടുന്ന പുളി. ഇവരുടെ വാഴകളൊക്കെ നമ്മുടെ തോട്ടത്തിലുണ്ട്. പിന്നെ നമ്മുടെ കോഴിക്കൂടാണിത്. കോഴീസ് ഉണ്ടോ? കോഴികളൊക്കെ രാവിലെ എണീച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അകത്ത്. ഉണ്ടോ? കഴിച്ചിട്ട് അവരിനി പുറത്തിറങ്ങാനുള്ള പരിപാടിയില്ല. അവനെ കുറച്ച് താറാവ് 1 2 3 4 5 താറാവുണ്ട്. 5 താറാവ് പോകുന്നുണ്ടോ? 5 താറാവ് ഇങ്ങനെ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ? 5 താറാവ് 1 2 3 4 5 താറാവുണ്ട്. അടിപൊളി 5 താറാവ്. പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഇതാണ് പുളിമരം. ഈ നിൽക്കുന്നതാണ് പുളിമരം. ഉണ്ടോ? പുളിമരത്തിനകത്ത് പുളി പിടിച്ചിരിക്കുന്നുണ്ടോ? എന്താ താഴെ ഉണ്ടോ? 1 2 3 4 5 ഇതാണ് പുളിമരം. ആണ് ഒരു നീളമുള്ള പുളിമരമാണ്. ഇതാണ് പുളിമരം. നമ്മുടെ കുടംപുളിയുടെ മരമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജാതിക്ക കാണാം. ജാതിക്ക ഇതാണ് ജാതിക്ക. എൻ്റെ അല്ലിമോളുടെ ജാതിക്ക. ഇതൊരു ജാതി മരമാണ്. ജാതി മരം. അല്ല, ഒരു പ്ലാവ്, നമ്മുടെ വരിക്കപ്ലാവാണിത്. ഇതൊരു അടിപൊളി വരിക്കപ്ലാവാണിത്. അത് കഴിഞ്ഞ് കുറേ ദൂരം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ രണ്ടാമത്തെ പറമ്പാണ്. രണ്ടാമത്തെ തുണ്ടാണ്. കുറച്ച് ഇഞ്ചി കൃഷിയുണ്ട്. ഇഞ്ചിയാണ് ഇതെല്ലാം. ഇഞ്ചിയെല്ലാം ഇവിടെ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് പൈനാപ്പിൾ കൃഷി ചെറുതായിട്ട് 3 4 5 പൈനാപ്പിൾ, കൈതച്ചക്ക കൃഷി. അതിന് ശേഷം നമുക്കൊരു പ്ലാവ്, ഒരു വലിയ തേക്കാണ്. ഇതാണ് ടീക്ക് എന്ന് പറയാം. പിന്നീട് പപ്പാട കൃഷി എന്ന് പറഞ്ഞാൽ ഒരു വലിയ ദൂതി എന്ന് പറഞ്ഞാൽ ചൊരക്ക. ഒരു ചൊരക്ക അതിനകത്ത് പിടിച്ചു കിടക്കുന്നുണ്ട്. ഒരു ബെട ചൊരക്ക ഉണ്ടല്ലേ, അതൊരു ചൊരക്കയാണ്. വേറെ താഴെ ഒരെണ്ണം കിടപ്പുണ്ട്. താഴെ ഒരു ചൊരക്കയുണ്ടോ? മുകളിൽ ഒരെണ്ണമുണ്ട്. ഉണ്ടോ? നമ്മളെ ലാസ്റ്റ് തുണ്ടാണ് കാണുന്നത്. കൂവയാണെന്ന് തോന്നുന്നു. കൂവ, മഞ്ഞൾ അല്ലെങ്കിൽ കൂവയായിരിക്കും. ഇത് രണ്ടിലേതെങ്കിലും ആയിരിക്കും. ഒരു വേല, ഒരു പൈനാപ്പിൾ, ചെറിയൊരു മരം. ഇത്രയൊക്കെ ഉള്ളു. ഇതാണ് നമ്മളുടെ സ്വർഗരാജ്യം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം. താങ്ക് യു ഗൈസ്. See you. Bye bye.